ബി.ജെ.പി. ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണോ? ആണോ? ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരള ബി.ജെ.പി. ഒരു മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പല പുരുകങ്ങളും ചൊളിയുന്നത്? ബി.ജെ.പിയിലെ ചില നേതാക്കൾ അപക്വമായിട്ടുള്ള ചില പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ആ പാർട്ടിയെ മുഴുവൻ കരിവാരി തേക്കാമെങ്കിൽ എം മണി പറഞ്ഞ ആഭാസങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തം CPM എന്ന പാർട്ടി ഏറ്റെടുക്കുമോ? ഒരു കാലത്ത് സിഖ് കൂട്ടക്കൊല നടത്തിയ കോൺഗ്രസ് സിഖ് വിരുദ്ധ പാർട്ടിയാകുമോ? ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും തന്നെ, അത് മോദി ആയിക്കോട്ടെ, അമിത്ഷാ ആയിക്കോട്ടെ, യോഗി ആയിക്കോട്ടെ, രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, അവരാരും തന്നെ മതത്തിന് മുകളിൽ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മതപ്രീണനം നടത്തി ഇന്ത്യൻ ജനതയെ ഭിന്നിച്ചും പ്രീണിപ്പിച്ചും ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വന്ന രാഷ്ട്രീയ ശക്തിയാണ് ബി.ജെ.പി. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വികസനത്തിനെ ഊന്നി പറഞ്ഞു കൊണ്ടുവന്ന ബി.ജെ.പി. ഇന്ന് ഇന്ത്യയിലെ അപ്രമാദിത്വമുള്ള രാഷ്ട്രീയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ വരുന്ന ബി.ജെ.പിക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. അവരുടെ മാനിഫെസ്റ്റോ തന്നെ വികസനമാണ്. വികസനത്തിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ടാകുമല്ലോ, മതമില്ലാത്തവരും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ബി.ജെ.പി. ഒരു ആക്റ്റീവായിട്ടുള്ള മുസ്ലിം ഔട്ട്റീച്ച് നടത്തുമെന്നുള്ളത്. അതായത് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് മുസ്ലിം വീടുകൾ സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. കാലാകാലങ്ങളായി ന്യൂനപക്ഷ മതങ്ങളെ അവരുടെ സംഘടിത വോട്ട് ബാങ്കായ ഒറ്റ കാരണത്താൽ അവരെ ചൂഷണം ചെയ്ത് പോന്നിരുന്ന ഇടത് വലത് സർക്കാരുടെ കള്ളക്കളി പൊളിച്ചെടുക്കുക, എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി.ജെ.പി. ഒപ്പമുണ്ടെന്ന് അറിയിക്കാനുമാണ് ഈ പരിപാടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ബി.ജെ.പി. പറ്റി അടിസ്ഥാനരഹിതമായി ഒരു ഭീതി വ്യാപാരം നടത്തി മുസ്ലിം സമുദായത്തിനെ തങ്ങളുടെ കൂട്ടിലേക്ക് ഓടിച്ചു കയറ്റുക, ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. മുസ്ലിങ്ങളെ പിടിക്കാൻ ബി.ജെ.പി. വരുന്നേ, രക്ഷ വേണമെങ്കിൽ നമ്മുടെ പേരെ കയറിക്കോ, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് CPM ഇത്ര നാൾ കാണിച്ചുകൊണ്ടിരുന്നത്. CAA വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കൊണ്ട് കളയാൻ പോവുകയാണ്, പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോവുകയാണെന്ന് ശ്രീമതി ടീച്ചറും മറ്റും വന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതാണ് CPM-ന്റെ രീതി. കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ട. മതപ്രീണനത്തിന്റെ ഉസ്താദുമാരാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ റിസോഴ്സസിന്റെ 80% മുസ്ലിം സമുദായത്തിന് വിട്ടുകൊടുക്കാൻ ഹിന്ദു സമുദായം തയ്യാറാകണം എന്ന് പറഞ്ഞ മഹാനാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മൻമോഹൻ സിംഗ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും ബി.ജെ.പി. ഒരു മതത്തിന് എതിരാണെന്നുള്ള നുണപ്രചാരണം പൊളിച്ചെറിയാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും ടീമും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ പ്രീണിപ്പിച്ചും ഭിന്നിപ്പിച്ചും വിഷം നിറച്ചു വെച്ച കോൺഗ്രസ് CPM മുന്നോട്ട് വെച്ച വികലമായ രാഷ്ട്രീയത്തിനെ പൊളിച്ചെടുക്കാനുള്ള ആത്മാർത്ഥ ശ്രമമാണ് ഇതിലൂടെ നടക്കുക എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുസ്ലിം വീടുകളിലും എത്തി ബി.ജെ.പി. സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വികസിത കേരളം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള സന്ദേശം നൽകുമെന്നും തെറ്റിദ്ധാരണകളെ പിഴുതെറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മുൻപ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ബി.ജെ.പി. നേതാക്കൾ എത്തുന്ന പരിപാടിയും നടത്തിയിരുന്നു. എന്തായാലും ഈ മുസ്ലിം ഔട്ട്റീച്ചിലൂടെ ബി.ജെ.പി. വിഭാവനം ചെയ്യുന്ന ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലേക്ക് ഒരു മുസ്ലിം വോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗം വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ബി.ജെ.പിയിലേക്ക് മാറ്റി കുത്തി എന്ന് പഠിക്കുന്നതിന് പകരം അവരെ മുസംഗി, വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ് ആ പഴയ ഭീതി വ്യാപാരം നടത്താനായിരിക്കും CPM-ഉം കോൺഗ്രസും ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.